നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇറാനെതിരെ നടത്തിയിരിക്കുന്ന അതിരൂക്ഷമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള തർക്കമാണ് ഈ പുതിയ ഭീഷണിക്ക് ആധാരം. ഇറാൻ ഈ പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമായി തുറന്നുകൊടുത്തില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഒരു ഭീഷണിയും കൂടാതെ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകണം എന്നതാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണിത്. ഈ പാതയിൽ ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ വിദേശ കപ്പലുകളെ തടയുകയോ ചെയ്യുന്നത് ആഗോള ഇന്ധന വിപണിയെ തകിടം മറിക്കും. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ 48 മണിക്കൂർ സമയപരിധി അവസാനിച്ചാൽ അമേരിക്ക ഇറാനിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റുകൾ മുതൽ ഓരോന്നായി തകർത്തു തുടങ്ങും എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇതൊരു കേവലം രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന നേരിയ അസ്ഥിരത പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കും. കൂടാതെ ഇറാനെതിരായ സൈനിക നീക്കം മധ്യേഷ്യയിൽ വലിയൊരു യുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ശക്തമായ സൈനിക നിലപാടുകളും വീണ്ടും ചർച്ചകളിൽ വരികയാണിവിടെ. ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അടുത്ത 48 മണിക്കൂർ ലോക രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമോ, അതോ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഒരു സൈനിക നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.